ഈഡൻ പോർച്ചുഗീസ് ആർക്കിടെക്ചർ സ്റ്റൈലിലാണ് നമ്മൾ ഈ വീടിൻ്റെ എലിവേഷൻ ഡിസൈൻ ചെയ്തിട്ടുള്ളത്. നമ്മൾ ഫോർട്ട് കൊച്ചിയിലൊക്കെ കാണുന്ന ആ വീടുകളുടെ സ്റ്റൈലിൽ കുറച്ച് കേരളത്തിൻ്റെ ട്രഡീഷണൽ എലമെൻറ്റൂടെ മിക്സ് ചെയ്തിട്ടുള്ള ഒരു ഫ്യൂഷൻ രീതിയാണ് ഈ വീടിൻ്റെ മൊത്തത്തിലുള്ള എലിവേഷൻ ഡിസൈൻ ചെയ്യാനായിട്ട് നമ്മൾ യൂസ് ചെയ്തിട്ടുള്ളത്. ഇതിൻ്റെ എലിവേഷനെ കുറിച്ച് പറയുമ്പോൾ ഇത് പ്രധാനമായിട്ടും ടെറാക്കോട്ട കളറിലുള്ള റൂഫിംഗ് ടൈലും അതുപോലെ തന്നെ വുഡ് ഫിനിഷ് തേക്ക് ഫിനിഷിൽ വരുന്ന വുഡും അതുപോലെ തന്നെ ആർച്ച് ഷേപ്പിലുള്ള വിൻഡോസും ഒക്കെയാണ് ഇതിലെ പ്രധാന എലമെൻറ്റ്സ് ആയിട്ട് വരുന്നത്. ഡോക്ടർ ജോസിനും ഡോക്ടർ ചിക്കുവിനും വേണ്ടിയിട്ട് കോട്ടയം ജില്ലയിലെ അതിരമ്പുഴ എന്ന് പറഞ്ഞ സ്ഥലത്താണ് നമ്മൾ ഈ വീട് നിർമ്മിച്ചിട്ടുള്ളത്. ഏകദേശം 3150 സ്ക്വയർ ഫീറ്റാണ് ഈ വീടിൻ്റെ ഒരു ബിൽഡപ്പ് ഏരിയ വരുന്നത്. 20 സെൻറ്റോളം വരുന്ന ലാൻഡിലാണ് ഇത് ചെയ്തിട്ടുള്ളത്. ഈ ലാൻഡിനെ കുറിച്ച് പറയുമ്പോൾ ഇത് നോർത്ത് ഫേസിങ് ആയിട്ടുള്ള ലാൻഡാണ്. അപ്പോൾ നമ്മൾ നോർമലി ഇതിൻ്റെ ഈസ്റ്റ് സൈഡിലും അതുപോലെ തന്നെ ഇതിൻ്റെ നോർത്ത് സൈഡിലും വഴിയുണ്ട്. നോർത്ത് സൈഡിലാണ് വീടിൻ്റെ ഉള്ളിലേക്ക് വരുന്ന ഒരു പ്രൈവറ്റ് റോഡ് വരുന്നത്. ഈസ്റ്റ് സൈഡിലൂടെ ഒരു പഞ്ചായത്ത് റോഡ് പോകുന്നുമുണ്ട്. അപ്പോൾ ഈ രണ്ട് സൈഡിനെ അഡ്രസ്സ് ചെയ്യുന്ന രീതിയിൽ നോർത്തിലേക്കും ഈസ്റ്റിലേക്കും ഫേസ് ചെയ്യുന്ന രീതിയിലാണ് ഈ വീടിനെ നമ്മൾ പ്ലോട്ടിൽ പ്ലേസ് ചെയ്തിട്ടുള്ളത്. കോവിഡ് സമയത്താണ് ഞങ്ങൾ ആദ്യമായി ഒരു വീട് എന്നൊരു സ്വപ്നത്തിലേക്ക് എത്തിയത്. അപ്പം യൂട്യൂബിലെ വീഡിയോകളൊക്കെ കണ്ടിട്ടാണ് ഞങ്ങൾ ഇതിനെക്കുറിച്ചുള്ള അറിവ് സമ്പാദിച്ചിരുന്നത്. അങ്ങനെ തന്നെയാണ് ഗ്രീൻ ആഷ്വില്ല ആർക്കിടെക്ട്സ് എന്ന ഈ സ്ഥാപനത്തിലേക്ക് ഞങ്ങളെ ശ്രദ്ധ എത്തിപ്പെടുന്നത്. പ്ലോട്ട് ഫൈനലൈസ് ചെയ്യുന്നതിന് മുന്നേ തന്നെ ഗ്രീൻ ആഷ്വില്ല ആർക്കിടെക്ട്സിലെ സുബിനെയും ലിബിനെയും കണ്ട് ഞങ്ങൾ അവരെ കൊണ്ടുവന്ന് പ്ലോട്ട് കാണിച്ചതിന് ശേഷമാണ് ഞങ്ങളിത് ഫൈനലൈസ് ചെയ്തത്. ഈ വീടിൻ്റെ പ്ലാനിങ്ങിനെ കുറിച്ച് പറയുമ്പോൾ ഈ പ്ലോട്ടിൽ നമ്മൾ ഇതിൻ്റെ ഒരു ഫുട് പ്രിൻ്റ് ഉണ്ടാക്കുന്ന സമയത്ത് തന്നെ ആദ്യം നമ്മൾ നോർത്ത് ഈസ്റ്റ് സൈഡിൽ ഇതിൻ്റെ കിച്ചണും അതുപോലെ തന്നെ സൗത്ത് വെസ്റ്റ് സൈഡിൽ മാസ്റ്റർ ബെഡ്റൂമും പ്ലേസ് ചെയ്തുകൊണ്ട് ബാക്കി കാര്യങ്ങളെ അറേഞ്ച് ചെയ്യുന്ന രീതിയിലേക്കാണ് ഇതിൻ്റെ ഒരു ഡിസൈൻ നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ നോർത്ത് ഫേസിലേക്ക് വരുന്ന ഏരിയകളിൽ നമ്മൾ സിറ്റ് ഔട്ടും ഫോർമൽ ലിവിങ്ങും അതുപോലെ തന്നെ ഡൈനിങ്ങും ഫാമിലി ലിവിങ്ങും കിച്ചണും ആ ഒരു നോർത്തിലേക്ക് വരുന്ന രീതിയിലാണ് ഇതിനെ ക്രമീകരിച്ചേക്കുന്നത്. സൗത്ത് സൈഡിലാണ് ഈ വീടിൻ്റെ ബെഡ്റൂംസിനെ എല്ലാം അറേഞ്ച് ചെയ്തിട്ടുള്ളത്. സൗത്ത് ഈസ്റ്റ് സൈഡിലായിട്ട് ഒരു സെർവൻസ് ബെഡ്റൂമും അതുപോലെ തന്നെ ഒരു മെയിൻ ബെഡ്റൂമും കൊടുത്തിട്ടുണ്ട്. സൗത്ത് വെസ്റ്റ് സൈഡിൽ മെയിൻ ആയിട്ടുള്ള മാസ്റ്റർ ബെഡ്റൂമും കൊടുത്തിട്ടുണ്ട്. ഈ ബെഡ്റൂമിൻ്റെ ഇടയിൽ വരുന്ന ഒരു വലിയ സ്പേസിനെ നമ്മളൊരു കോർട്ട്യാർഡായിട്ടാണ് നിലനിർത്തിയിട്ടുള്ളത്. ഇതിന് ഓപ്പോസിറ്റ് ആയിട്ട് തന്നെ നോർത്ത് സൈഡിൽ നമ്മളൊരു പാറ്റിയോയും കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ സൗത്തിൽ നിന്ന് നോർത്തിലേക്ക് ഒരു ക്രോസ് വെന്റിലേഷൻ വരുന്ന രീതിയിലാണ് ഈ വീടിൻ്റെ മൊത്തത്തിലുള്ള കോമൺ സ്പേസിനെ നമ്മൾ അറേഞ്ച് ചെയ്തിട്ടുള്ളത്. വീടെന്നൊരു കോൺസെപ്റ്റ് വന്നപ്പോൾ തന്നെ ഏറ്റവും കൂടുതൽ ഞങ്ങളെ അട്രാക്ട് ചെയ്തിരുന്ന ഒരു ഘടകം കോമൺ സ്പേസസ് എന്നുള്ളതാണ്. അപ്പം ഇറ്റ് ഷുഡ് ബി വെരി ബിഗ്, വെരി ലാർജ്, സംതിങ് ദാറ്റ് വി ഓൾ ക്യാൻ ഗെറ്റ് അക്കോമഡേറ്റഡ് ടു. അതായത് ഞങ്ങളുടെ ഒരു കോൺസെപ്റ്റ് വീടിനെ കുറിച്ച്. പിന്നെ വളരെ വിൻഡി, വളരെ ഓപ്പൺ അറ്റ്മോസ്ഫിയേഴ്സ്, എയറി ആയിട്ടുള്ള സ്പേസസ്, അതെല്ലാം തന്നെ ഇവരുടെ ഒരു ഡിസൈനിൽ അവർക്ക് ഉൾക്കൊള്ളിക്കാൻ സാധിച്ചിട്ടുണ്ട്. ഏറ്റവും കൂടുതൽ ഞങ്ങൾ അട്രാക്ട് ചെയ്ത ആർക്കിടെക്ട്സ് എന്ന രീതിയിൽ ഇവരെക്കുറിച്ച് ഞങ്ങൾക്ക് പറയുമ്പോൾ ഏറ്റവും കൂടുതൽ അട്രാക്ട് ചെയ്തിരുന്ന അവർ വളരെ അപ്രോച്ചബിൾ ആണ്, വളരെ ജെന്യൂയിൻ ആയിട്ട് നമ്മുടെ ഡിമാൻഡ്സ് കേൾക്കുകയും അത് അപ്പടി തന്നെ ഡിസൈനിൽ കൊണ്ടുവരാൻ അവർക്ക് സാധിച്ചിട്ടുണ്ട്. ഈ വീടിനുള്ള കോമൺ സ്പേസുകൾ നമ്മുടെ ഡ്രോയിങ് റൂം, ഡൈനിങ്, ഫാമിലി ലിവിങ് ഉൾപ്പെടുന്ന ആ കോമൺ സ്പേസ് മൊത്തത്തിൽ ഡബിൾ ഹൈറ്റ് ആയിട്ടാണ് കൊടുത്തിട്ടുള്ളത്. ഈ ഡബിൾ ഹൈറ്റ് ഏരിയകളിൽ ലൂവർ വിൻഡോസും കൊടുത്തിട്ടുണ്ട്. ഈ ലൂവർ വിൻഡോസിലൂടെ എപ്പോഴും പ്രോപ്പറായിട്ടുള്ള ഒരു എയർ സർക്കുലേഷൻ നടക്കുന്നതുകൊണ്ട് ഈ വീടിനുള്ളിലെ ചൂടും കുറവായിരിക്കും. ഈ വീട് നമ്മൾ പ്ലോട്ടിൽ പ്ലേസ് ചെയ്യുന്ന സമയത്ത് ഇതിൻ്റെ മാക്സിമം മിറ്റം ഈസ്റ്റ് സൈഡിൽ കിട്ടുന്ന രീതിയിലാണ് നമ്മൾ ഇതിനെ പ്ലേസ് ചെയ്തിട്ടുള്ളത്. ഈസ്റ്റിലേക്കും നോർത്തിലേക്കുമാണ് വീട് ഫേസ് ചെയ്ത് നിൽക്കുന്നതെങ്കിലും നോർത്ത് സൈഡിൽ നമ്മൾ വളരെ മിനിമം ആയിട്ടുള്ളൊരു മിറ്റമാണ് കൊടുത്തിട്ടുള്ളത്. ഈ വീടിൻ്റെ നോർത്ത് ടു ഈസ്റ്റ് എന്ന് പറയുന്ന ആ ഒരു വിഡ്ത്ത് വളരെ കുറവും അതേസമയം ഈസ്റ്റ് ടു വെസ്റ്റ് എന്ന് പറയുന്നത് വളരെ ലെങ്ത് ഉള്ള രീതിയിലുമുള്ള ഒരു പ്ലോട്ടായിരുന്നു. അതുകൊണ്ട് തന്നെ നമ്മൾ പോർച്ചും ബാക്കി കാര്യങ്ങളൊക്കെ ഈ സൈഡിലേക്ക് പ്ലേസ് ചെയ്ത് ഒരു ലോണും ഒക്കെ ഈ സൈഡിൽ മാക്സിമം മിറ്റവും വണ്ടി പാർക്ക് ചെയ്യാനുള്ള ഒരു സ്പേസും ഒക്കെ കിട്ടുന്ന രീതിയിലാണ് ഈ വീടിൻ്റെ പൊസിഷൻ നമ്മൾ ക്രമീകരിച്ചിട്ടുള്ളത്. ഈ വീടിൻ്റെ നോർത്ത് സൈഡിൽ പാറ്റിയോ സ്പേസിനോടൊക്കെ ചേർന്നിട്ട് പെബിൾസും സ്റ്റോണും ഒക്കെ ലേ ചെയ്ത രീതിയിൽ ഒരു പാത്ത് വേ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ കിച്ചണിൽ നിന്ന് ഇറങ്ങുന്ന രീതിയിൽ കിച്ചണോട് ചേർന്നിട്ട് ഒരു വിശാലമായ ലോൺ സ്പേസ് വൈകിട്ട് ഇറങ്ങിയിരിക്കാനും അതുപോലെ തന്നെ ഔട്ട്ഡോർ കുക്കിംഗ് ഒക്കെ ചെയ്യാൻ പറ്റുന്ന ഒരു വിശാലമായ സ്പേസും ഈ വീടിൻ്റെ ബാക്ക് സൈഡിൽ നമ്മൾ കൊടുത്തിട്ടുണ്ട്. ഈ വീടിൻ്റെ ഡിസൈനുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ ക്ലയൻറ്റുമായിട്ട് സംസാരിക്കുമ്പോൾ തന്നെ
അവരുടെ ഒരു പ്രധാനപ്പെട്ട ആവശ്യം എന്ന് പറയുന്നത് ഒരു ക്ലാസിക് സ്റ്റൈലിലുള്ളൊരു വീട്, ഒരിക്കലും ഔട്ട്ഡേറ്റഡ് ആയി പോവാത്ത രീതിയിലുള്ളൊരു ഡിസൈൻ സ്റ്റൈൽ ഇതിനു വേണ്ടി ഫോളോ ചെയ്യണം എന്നുള്ളതായിരുന്നു. അപ്പോൾ അങ്ങനെയാണ് നമ്മൾ ഈ ഒരു പോർച്ചുഗീസ് സ്റ്റൈലിലുള്ള ഒരു ആർക്കിടെക്ചർ സ്റ്റൈൽ ഇതിനു വേണ്ടി ഫോളോ ചെയ്യാമെന്ന് തീരുമാനിക്കുന്നത്. അതുപോലെ തന്നെ ഈ വീടിൻ്റെ കൺസ്ട്രക്ഷൻ സമയത്തും ഇതിൻ്റെ മെറ്റീരിയൽ സെലക്ഷനിലുമൊക്കെ ക്ലയൻറ്റ് നൽകിയിട്ടുള്ള ഒരു ഇൻവോൾവ്മെൻറ്റ് അവർക്ക് ഓൾറെഡി അവർ ഈ ഡിസൈനെ കുറിച്ച് നന്നായിട്ട് മനസ്സിലാക്കിയിട്ടുണ്ട്. അപ്പോൾ വീട്ടിൽ വരേണ്ട ഓരോ കാര്യങ്ങളെക്കുറിച്ച് ഒരു കൃത്യമായ ധാരണയുണ്ട്. അപ്പോൾ അവർ ഇത്തരത്തിൽ നൽകിയിട്ടുള്ള ആ ഒരു ഇൻവോൾവ്മെൻറ്റ് ഈ വീട് നന്നായിട്ട് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് വളരെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്.